പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും ഒരു നിമിഷം മാറ്റിവെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 7-ാം ദിവസം, യുഗാന്ത്യം വരെ എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായി 28:20. തൻ്റെ ആടുകളായ നമുക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച നമ്മുടെ സ്നേഹ ഇടയൻ മരണത്തിലൂടെ പോലും നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നില്ല. പ്രിയ അജഗണമേ, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അവിടുന്ന് നമ്മോട് ചോദിക്കുന്നു. നിനക്ക് വേണ്ടിയാണ് ഈ ദിവ്യ കൂദാശയിൽ ഞാൻ സന്നിഹിതനായിരിക്കുന്നത്. നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ സാന്നിധ്യം കൊണ്ട് നിന്നെ സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ ഇവിടെയുണ്ട്. നീ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം, ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അൽക്കാന്തറയിലെ വിശുദ്ധ പത്രോസ് പറയുന്നു, തൻ്റെ അസാന്നിധ്യത്തിൽ മണവാട്ടി ഒറ്റപ്പെടാതിരിക്കുന്നതിനു വേണ്ടി ഒരു സുഹൃത്തിനെ നൽകുന്നതിന് മണവാളൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തൻ്റെ പങ്കാളിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സുഹൃത്തായി തന്നെ ദിവ്യ കൂദാശയിലൂടെ നൽകിക്കൊണ്ട് അവിടുന്ന് വസിക്കുന്നു. ഏറ്റവും കൃപാനിധിയായ കർത്താവേ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷക, ഞാനിതാ ഇപ്പോൾ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന അങ്ങയെ സന്ദർശിക്കുന്നു. എന്നാൽ എൻ്റെ സന്ദർശനത്തിന് പകരമായി ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് എൻ്റെ ആത്മാവിലേക്ക് കടന്നു വന്നുകൊണ്ട് വളരെ വലിയ സ്നേഹത്തോടെ അവിടുന്ന് എന്നെ സന്ദർശിക്കുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ അവിടുന്ന് എനിക്ക് സുഹൃത്ത് മാത്രമല്ല, പിന്നെയോ ഭക്ഷണവുമായി തീരുന്നു. എൻ്റെ ഈശോയെ, അങ്ങ് മുഴുവനായും എൻ്റേതാണ് എന്ന് ആത്മാർത്ഥമായി എനിക്ക് പറയത്തക്ക വിധത്തിൽ അവിടുന്ന് അങ്ങയെ തന്നെ പൂർണ്ണമായി എനിക്ക് തരുന്നു. അതുകൊണ്ട് എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് തരേണ്ടിയിരിക്കുന്നു. അങ്ങ് ദൈവവും ഞാൻ യോഗ്യതയില്ലാത്ത ഒരു സൃഷ്ടിയുമാണ്. ഓ സ്നേഹ ദൈവമേ, ഓ എൻ്റെ ആത്മാവിൻ്റെ പ്രിയനെ, വെറും വാക്കുകളിലല്ലാതെ പ്രവൃത്തിയിൽ ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായി തീരുമെന്നതാണ് അങ്ങയ്ക്കിത് സാധ്യമാക്കാൻ കഴിയും. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. മരിക്കുന്നതിന് മുമ്പ് ഞാൻ പൂർണ്ണമായും എൻ്റേതല്ലാതെ അങ്ങയുടേതായി തീരുവാനുള്ള കൃപ അവിടുന്ന് എനിക്ക് നൽകുക. നാഥ, അവിടുന്ന് എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ആത്മാർത്ഥമായി അങ്ങയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദാസിയുടെ പ്രാർത്ഥന ഇപ്പോൾ ശ്രവിക്കണമേ. എൻ്റെ സർവശക്തിയോടും കൂടി എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. പ്രതിഫലേച്ഛയോ സുഖ താല്പര്യമോ സ്വാർത്ഥ താല്പര്യമോ കൂടാതെ എല്ലാറ്റിനും അങ്ങയുടെ ഹിതം നിറവേറപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൻ്റെ പേരിൽ എന്നെ തീക്ഷ്ണമായി സ്നേഹിക്കുന്ന അങ്ങയെ എനിക്ക് സേവിക്കണം, പ്രസാദിപ്പിക്കണം. അങ്ങയുടെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തണം. ഓ നിത്യപിതാവിൻ്റെ പ്രിയപുത്ര, അങ്ങയ്ക്ക് പ്രതിഫലമായി സ്നേഹം മാത്രമേ എനിക്ക് നൽകാൻ കഴിയൂ. എൻ്റെ സ്വാതന്ത്ര്യവും എന്നെയും എനിക്കുള്ളതെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക. എന്നിട്ട് അങ്ങയെ എനിക്ക് തരിക. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എനിക്ക് അങ്ങയെ വേണം. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ
ഞാൻ അങ്ങയെ ആഗ്രഹിക്കുന്നു. സുഹൃത്ത ജപം. എൻ്റെ ഈശോയെ, എന്നെ മുഴുവനായും അങ്ങയുടേതാക്കണമേ. എൻ്റെ ഈശോയെ, എന്നെ മുഴുവനായും അങ്ങയുടേതാക്കണമേ. എൻ്റെ ഈശോയെ, എന്നെ മുഴുവനായും അങ്ങയുടേതാക്കണമേ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപിയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥേ, തിരുസഭ മുഴുവനും അങ്ങയെ ഞങ്ങളുടെ ശരണമെന്ന് പ്രഘോഷിക്കുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവരുടെയും ശരണമായിരിക്കുന്ന അങ്ങ് എൻ്റെയും ശരണമായിരിക്കണമേ. പ്രത്യാശ നഷ്ടപ്പെട്ടവർ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കട്ടെ എന്നും എൻ്റെ പ്രത്യാശയുടെ പൂർണ്ണ ആധാരമാണ് അങ്ങെന്നും വിശുദ്ധ ബെർണാർഡ് അങ്ങയെക്കുറിച്ച് പറയുന്നു. ഞാനും അതാണ് അങ്ങയോട് പറയുക. എൻ്റെ സ്വന്തം അമ്മേ, നിരാശയിൽ അകപ്പെടുന്നവരെ നീ രക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സകല പ്രത്യാശയും അങ്ങിനർപ്പിക്കുന്നു. സുഹൃത ജപം. മറിയമേ, ദൈവമാതാവേ, എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. മറിയമേ, ദൈവമാതാവേ, എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. മറിയമേ, ദൈവമാതാവേ, എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.